ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ശിവനും അറിയാതെ കൈകാര്യം ചെയ്തിട്ടേ വരത്തുള്ളൂ അങ്ങോട്ട്. കേട്ടോ തരത്തതി? ഇന്ന് സംഭവം റെഡിയാണെങ്കിൽ ഇച്ചിരി ഇറച്ചിയോ മീനോ മേടിച്ചോണ്ട് അങ്ങ് വരും. നീ ചട്ടി കടി അടുപ്പത്തോട്ട് അങ്ങ് വെച്ചാച്ചാ മതി. ശരി. ഞാൻ കറക്റ്റ് വഴിയല്ലേ വന്നത്. താൻ ബ്ലൂടൂത്ത് വെച്ചാൽ സംസാരിച്ചോണ്ട് കിടക്കുന്നു ബ്ലൂടൂത്ത്. അത് ബ്ലൂടൂത്ത് അല്ല, പിന്നെ വണ്ടി ഇടിച്ചപ്പോ വീണപ്പോ എന്നെ അളപ്പല് നിറച്ചു പോയതാ. പിന്നല്ലേ ആവശ്യമില്ല കയറി വന്നിട്ട് നിനക്ക് ആരാണ് ലൈസൻസ് തന്നത്? താൻ എന്തിനാണ് പെമ്പിളാണ് വായി നോക്കിയിട്ട് കയറി വന്നത്? ഇതെന്തിനാ ഇപ്പൊ പറയേണ്ട കാര്യം? താനൊരു ക്ലീഷ് അടിച്ചാൽ ഞാനൊരു ക്ലീഷ് അടിക്കും. ഹലോ ഹലോ, എന്തുവാ എന്താ എന്തുവാ എന്താ എന്തുവാ ഇത്? സരസ്വതി, ഞാൻ ഇത് മേടിക്കാൻ വേണ്ടി മസാലപ്പൊടി കാണിച്ചാൽ കയറി വരാൻ പാടില്ല. എങ്ങനെ ലൈറ്റ് ഇട്ട് കാണിച്ചാൽ കയറി വരാം. സിഗ്നൽ അറിഞ്ഞൂടെ? ആണോ? ലൈറ്റ് കാണിച്ചാൽ കയറി വരാമോ? ഇല്ല കറക്റ്റ് അത് കേട്ടോ. എന്താ ഞങ്ങളുടെ വീടിന്റെ അടുത്ത രമണി അവളായി ഇറയത്തിൽ ലൈറ്റ് ഇട്ടാ പിന്നെ അങ്ങോട്ട് ആരും കയറത്തില്ല. ചുമ്മാ വണ്ടി ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. വണ്ടി ഇവിടെ താനും എടുക്കൂല. എന്റെ വണ്ടി അടിച്ചോണ്ട് ഹലോ ഹലോ, എന്താ സരസ്വതിയെ, ഈ ദിവാറിന്റെ പിടിച്ച പൈസ മേടിച്ചു നോക്കണേ. ഞാൻ ഇപ്പൊ അങ്ങ് വരും കേട്ടോ. ബസ് താമസേ ഉള്ളൂ. 4000 രൂപ. ഞാൻ നോക്കട്ടെ എന്തൊക്കെ പോയിട്ട്. 4000 രൂപ. ഞാനിത് തുറത്തില്ല, പോലീസ് വരട്ടെ. പിടയ്ക്കണ മീനായിരുന്നു കിടക്കണ കളപ്പിട്ട. ഞാൻ കാര്യം പറയാം, നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ സംസാരിച്ച വലിയ അടിയിലേ തീരുള്ളൂ. അന്നാ പോലീസ് വരട്ടെ. പോലീസ് വരട്ടെ. പോലീസ് വരണതിന് മുമ്പ് നമുക്ക് ഇടനിലക്കാരനായിട്ട് ആരും സംസാരിക്കണം. ഇടനിലക്കാരി നമുക്ക് സംസാരിച്ച പേടിച്ചിട്ടാ? പേടിച്ചിട്ട് പേടിച്ച് നമ്മൾ തമ്മിൽ ഒന്നും ചാടിയാവും. ഇവിടെ വണ്ടി എടുക്കത്തില്ല. അങ്കിളെ ഞാൻ ഇവിടെ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചോണ്ട് വന്നില്ല അങ്കിളെ. അവനല്ലേ റോങ് സൈഡ് കയറി വന്ന്. പോളേർക്കാൻ ഇവിടെ വേറെ പ്രശ്നവും പട്ടയവും വേദപ്പെട്ടോട്ട് ഞാൻ കിടക്കുന്നത്. അങ്ങോട്ട് വണ്ടി ഇടിച്ചു അവൻ എന്റെ പോളെ കയറാം. ഞാനാണോ ഉണ്ടാക്കിയത്? എന്ത് കൊള്ളയത്? ഞാനാണോ ഉണ്ടാക്കിയോ? കെട്ടിട്ട് ചേട്ടാ, എന്തോ ചേട്ടനൊന്ന് ഇടപെട്, അല്ലെങ്കിൽ ഈ പ്രശ്നം ഇവിടെ തീരത്തില്ല. എടാ പോടാ, ഇവിടെ ഞാൻ വേറെ വ്യാജപ്പെട്ടവും വേറെ പിച്ചത്തി കിടക്കും. ഞാനാന്നോ നീയൊക്കെ കൊണ്ടിടിച്ചാൽ എന്റെ പോളെ കയറാൻ പറ്റുന്ന എന്തിനാ? ഞാൻ നന്നത് അങ്കിളെ, അങ്കിളിനെ കണ്ടറിയാം. അങ്കിൾ വലിയൊരു മാന്യനാണ്. സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരാളാണ്. നിങ്ങളെ പോലെ ഉള്ള ഒരാൾ ഇവിടെ ഒരു പ്രശ്നം നടക്കുമ്പം മാറി നിൽക്കുന്നത് ശരിയല്ല. ന്യായത്തിന്റെ കൂടെ അങ്കിൾ നിൽക്കണം. അങ്കിളിനെ കണ്ടറിയാം അങ്കിൾ നല്ലൊരാളാണ്. ഒന്ന് ഇടപെടാം അങ്കിളെ പ്ലീസ്. ഇവിടെ വാടാ. എടാ തറവാട്ടി പറയുന്ന പിള്ളേർ ബൈക്കുമായിട്ട് വരുമ്പോ നിനക്ക് അല്ല സാറേ, സാർ ഞാൻ ഒന്ന് പറയട്ടെ. സാറിന്റെ മുഖം കണ്ടറിയാം, സാർ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. ഇത്രയും പവിത്രമായ ഒരു മുഖം ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഒന്ന് ഇടപെട് സാറേ പ്ലീസ്. ഒരു രണ്ട് സെക്കൻഡ് തരാമോ? എന്ത് 2 സെക്കൻഡ്? ജമിനി, ഈ മാന്യൻ എന്നുള്ളതാണോ വലുത്, അതോ സാറെന്ന് വിളിക്കുന്നതാണോ കേമൻ? രണ്ടും ഒരുപോലെ ആണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റില്ല. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റില്ല. അഭിപ്രായം തെറ്റുണ്ട്. അയാൾ ലോങ് കയറി വന്നതെന്ന്. നീയാണോ ലോങ് കയറി ചെന്നാ? ഞാനല്ല, അവരല്ലേ റോങ് കയറി വന്നത്. കറക്റ്റായിട്ട് കയറി വന്നല്ലേ. നീയൊക്കെ ഒന്നാമത്തെ കേസ് എന്താണെന്നറിയാം? നീ സംസാരിച്ചിരിക്കുന്ന സമയത്ത് വല്ല കയ്യും കാലം മുറിഞ്ഞെന്നുണ്ടെങ്കിൽ ആ ഫാസ്റ്റാഗ് എടുത്ത് എന്നെ സെറ്റ് ചെയ്യാൻ നോക്ക്. 2 വീലറിന് ഫാസ്റ്റാഗ് ഉണ്ടോ മനുഷ്യ? 2-നും 4-നും എല്ലാം ഫാസ്റ്റാഗ് വേണം. ഫാസ്റ്റാഗ് എന്ന് മനസ്സിലായില്ല. എവിടെയെങ്കിലും ഇതുവരെ മുറിയുമ്പോ കാലിലെടുത്ത് ഒട്ടിച്ചറ്റ് വേണം ആശുപത്രി കൊണ്ടുപോകാൻ. ഫസ്റ്റ് എയ്ഡ് ഉണ്ടോ? അതുണ്ടോ? വണ്ടിയിലൊന്നും ഇല്ല. അതുവല്ല ഉണ്ടെങ്കിൽ എടുത്ത് വെക്കാൻ നോക്ക്. അല്ലാതെ നിന്റെക്ക് സത്യം പറഞ്ഞോണ്ടേ നിന്റെക്ക് ഈ തന്തേന്നല്ലേ കുഴപ്പമുണ്ടാക്കുന്നത്. എന്താ ആവശ്യമില്ലാതെ വില കൂടിയ ബൈക്ക് മേടിച്ച് പിള്ളേരെ കൊടുക്കും. മനുഷ്യനെ കൊല്ലാൻ എന്നിട്ട് ഇറങ്ങിയേക്കുക. ഓരോ പുതിയ ബൈക്ക് ഉണ്ട്. ഒന്നും ആറ്റുവാ. ഇങ്ങനെ ഇടയെ കുഴിഞ്ഞിരിക്കുന്നതാണ് ആറ്റുവാ. പിന്നെ ഒരു സാധനം എന്തോ ഉടുക്കെന്ന് പറഞ്ഞു. അതാണോ? അതാ അതിന്റെയൊക്കെ ഇതിന്റെ ഒന്നും ഇത്രയും സ്പീഡില്ല ആ പുൾസറിന്. ആ PU ഞാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ പൾസർ അല്ലാതെ പൾസർ. ഈ ഡൂക്കിനെ കാട്ടി വില കുറവാണ് പൾസർ എന്ന്. എന്തുവാന്നേ ശരി, അതാണ് നമ്മൾ ഈ അപകടത്തിലേക്ക് നയിക്കുന്നത്. അല്ലല്ലേ വില കുറവല്ലേ? അത് വില കുറവാണ്, പക്ഷെ ഡ്യൂക്കിന്റെ ബൈക്ക് നല്ല ബൈക്കാ. വില കൂടുതലായാലും എന്താ? ഈടെ ഒരു കാര്യം ഒത്തീർപ്പാകാതിരിക്കുമ്പോൾ അതിൻ്റെ ഇട കൊണ്ട് വണ്ടി കച്ചവടം നടത്തുന്നതായിമാരി. ഒന്നാമത്തെ കേസ്, നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ മദ്യപിക്കാൻ പാടില്ല. മദ്യപിച്ചിട്ടുണ്ടാകാം രണ്ടും. മദ്യപിക്കരുത്. മദ്യപിച്ചാൽ അറിയാതെ നമ്മുടെ സ്പീഡ് കൂടിപ്പോകും. മനസ്സിലായി? അപ്പൊ നമ്മളെ പലയിടത്തും കൊണ്ടിടിക്കും, കൈയും കാലും ഒക്കെ മുറിയും. മനസ്സിലായ? അതാ ഈ സംഭവിക്കാൻ പോണേ. മുണ്ട് കയറി ചോരയിലൊട്ടി. മുട്ടയിലെ ചോരയിലൊട്ടി. ഇന്നലെ 2 അടിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോയതാ. അപ്പൊ നമ്മളടുത്ത് ആ വലിയ വളവ് വീശിട്ട് അരിച്ചെടുത്ത 1.5 കിലോ തൊലിട്ട് 6
ഇതെനിക്ക് വീട്ടിൽ സരസ്വതിയോട് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഫ്രണ്ട് വഴി കയറാതെ നേരെ വീടിന്റെ അടുക്കള വശം വഴി കയറിയിട്ട് നേരെ ഞാൻ അടുക്കള റോഡിൽ ഒന്നങ്ങ് ചെന്ന് ഞാൻ കാല് തന്നെ ഫ്രിഡ്ജിന്റെ ഡോറെ പോയി മുട്ടം കിടിച്ച്. രാവിലെ എണ്ണീറ്റ് വന്ന് സരസ്വതി എന്നോട് ചോദിക്കുക, നിങ്ങൾ ഈ ബീട്രൂട്ട് കട്ട് ചെയ്ത് എന്തിനാ ഈ ഫ്രിഡ്ജിന്റെ ഡോറെ ഇട്ട് ചോദിച്ചേക്കുന്നത്? ബീട്രൂട്ടാ ഡോര പതിഞ്ഞിരിക്കുകയല്ലേ. പിന്നെ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് എന്റെ വീട്ടിലോട്ട് പോയിട്ട് വന്നറിയാവോ? എന്റെ കൊച്ചാ ഞാൻ ഒരു കാര്യം പറയാം. നിന്റെയൊക്കെ ഈ ഓവർ സ്പീഡാണ് പ്രശ്നം. നിന്റെയൊക്കെ അപ്പുറത്തെ വണ്ടി കൊടുപ്പുകാരനെ എനിക്കറിയാം. എന്റെ അച്ഛൻ ഭയങ്കര ബൈക്ക് കൊടുപ്പുകാരനായിരുന്നു. ബൈക്ക് റൈസറായിരുന്നു. പിന്നെ പുള്ളി ഈ മരണക്കടറെ വണ്ടി ഓടിക്കുന്ന ആളായിരുന്നു. ഓച്ചറ വൃശ്ചികോത്സവത്തിന് അവിടെ പരിപാടി ഉണ്ടോ, ഞങ്ങളുടെ അച്ചാച്ചന്റെ മരണക്കട സർക്കസ് ഉണ്ട്. അങ്ങനത്തെയാ. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ അമ്മച്ചിയെ കൊണ്ട് ഒരു ദിവസം കല്യാണത്തിന് വന്ന അച്ചാച്ചൻ നേരെ ഇറക്കിയിട്ട് ബൈക്കിന്റെ പുറകെ ഇരുത്തി. പക്ഷെ മുഹൂർത്തത്തിന് അവിടെ എത്താൻ പറ്റിയില്ല. അച്ചാച്ചൻ അമ്മച്ചിയെ കയറ്റിട്ട് മിറ്റത്തെ തുളസിത്തറയുടെ വിട്ടിട്ട് 4 റൗണ്ട്. തുളസിത്തറയിട്ട് റൗണ്ട് അടിക്കുന്നത്? അച്ചാച്ചൻ ഈ റൗണ്ട് അടിക്ക് പരിപാടിയല്ലോ, നേരെ പോകുന്ന പുള്ളിക്ക് അറിയത്തില്ലെന്ന്. അങ്ങനെ ഇപ്പൊ ആസാമിലാ ഞങ്ങളുടെ ആസാമിൽ പോയി. ആസാമി അതായത് ഈ ഓച്ചറ വൃശ്ചികോത്സവത്തിന് ഇതുപോലെ ഇങ്ങനെ സ്പീഡിൽ മരണക്കടർ അടിക്കുമോ ഞങ്ങളുടെ അച്ചാച്ചൻ. അപ്പൊ ഏതോ ഒരു ആരാധകൻ ചെന്നിട്ട് നോട്ടുമാല ഇടാൻ താഴത്തെ ഡോർ തുറന്നു കൊടുത്തു. ഒറ്റ പോകാം ആസാമി. പക്ഷേ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഞാൻ നേർത്തിട്ടുണ്ട് ഞങ്ങളുടെ അച്ചാച്ചന്. എന്തോ നേരത്തെയാ? തിരിച്ചു വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ റൗണ്ടിൽ കൊണ്ട് 4 റൗണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഈ പുള്ളി എവിടെ പോയെന്ന് ചോദിച്ചു നോക്ക്. എവിടെ വായു ഗുളിക വാങ്ങിക്കാൻ ചോദിച്ചു നോക്ക്. നീ എവിടെ പോയടാ? നീ വായു ഗുളിക മേടിക്കാൻ പോയടാ? ആർക്കാണ്ട്? അയ്യോ ആണ് സത്യമായിട്ടും. എന്റെ ചിറ്റപ്പന് വായു കയറിയിരിക്കുക. അപ്പൊ വായു ഗുളി മേടിക്കാൻ പോയതാ. ആണ്ടടാ ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിനകത്ത് കൊണ്ട് ചാരിറ്റി കുത്തി കയറ്റിത്തറയും. അതാന്നോ പറഞ്ഞ അത് നാട്ടുകളപ്പ് ചോദിക്കുന്നതാണത്. ഞാൻ ഒരു കാര്യം പറയാം. ഒരു പരിഹാരം വേണം. ഒരു പരിഹാരം വേണം. ഒരു പരിഹാരം കിട്ടിയേ പറ്റത്തുള്ളൂ. പരിഹാരം എന്താ? നെയ്യപ്പവാ. നെയ്യപ്പം. വൈകിട്ട് നെയ്യപ്പവും ഒരു ചായയും കൂടെ കുടിക്കണം. അടിപൊളിയായിരിക്കും.